പരസ്യമാണ് ഫ്രണ്ട് പേജിൽ, അത് നമ്മൾ മറിക്കുന്നു. കമ്മീഷന് മൗനം മാത്രം, വോട്ടുകൊള്ള ആരോപണം കടുപ്പിച്ച് രാഹുൽ ഗാന്ധി. അതോടൊപ്പം ഡോക്ടർ ഹാരിസിനെ വെറുതെ വിടാതെ സിസ്റ്റം, ആ പൂട്ടും പൊളിഞ്ഞു എന്നതാണ് രണ്ടാമത്തെ പ്രധാന തലക്കെട്ട്. ഇത് രണ്ടുമാണ് പ്രാധാന്യത്തോടുകൂടി പറഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ചോദ്യങ്ങളിലേക്ക് നമുക്ക് വന്നാൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച 5 ചോദ്യങ്ങൾക്ക് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. 1. കമ്പ്യൂട്ടറിലും മറ്റും പരിശോധിക്കാൻ കഴിയുന്ന ഡിജിറ്റൽ വോട്ടർ പട്ടിക ജനങ്ങൾക്ക് നൽകാത്തത് എന്തുകൊണ്ട്? വീഡിയോ തെളിവുകൾ എന്തിനാണ് നശിപ്പിക്കുന്നത്? 3. വോട്ടർ പട്ടികയിൽ ഇത്തരം വ്യാപക ക്രമക്കേട് എന്തുകൊണ്ടാണ് നടക്കുന്നത്? 4. പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാതെ അവരെ ഭയപ്പെടുത്തുന്നത് എന്തുകൊണ്ട്? 5. കമ്മീഷൻ എന്തുകൊണ്ടാണ് BJP ഏജന്റുമാരെ പോലെ പെരുമാറുന്നത്? അനൌദ്യോഗികമായി നൽകുന്ന മറുപടികൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വരുന്നത്. രാഹുൽ ഗാന്ധി സത്യപ്രസ്താവന നൽകാത്തിടത്തോളം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം വിശ്വസിക്കുന്നില്ല എന്ന അർത്ഥമുണ്ട് എന്നതുകൂടി അവർ പറഞ്ഞു വെക്കുകയാണ്. അതോടൊപ്പം തന്നെ ആരാണ് ആ റിമോട്ട് കൺട്രോൾ എന്ന ചോദ്യം മനോരമ ചോദിക്കുന്നുണ്ട് ഡോക്ടർ ഹാരിസിന്റെ വിഷയത്തിൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ-US വ്യാപാര കരാർ ചർച്ച ട്രംപ് നിർത്തിവെപ്പിച്ചു എന്നതാണ്. ഇതൊക്കെയാണ് മനോരമയുടെ തലക്കെട്ടുകൾ. നമുക്ക് മാതൃഭൂമിയിലേക്ക് കൂടി വളരെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ, മാതൃഭൂമിയിലും വലിയ ഒരു പരസ്യമാണ്. 1-ാം പേജിലും ഇപ്പുറത്തെ പേജിലും ഉണ്ട്. അപ്പോൾ ശരിക്കുമുള്ള ഫ്രണ്ട് പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ, പൊള്ളിച്ച് പകരച്ചുങ്കം, അതാണ് പ്രധാന വാർത്തയായി. ലീഡ് അതാണ് മാതൃഭൂമിയിൽ. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 50% പകരച്ചുങ്കം ഏർപ്പെടുത്തിയ അമേരിക്കൻ നടപടി വിപണിയെ പൊള്ളിച്ചു തുടങ്ങി. അപ്പോൾ കയറ്റി അയക്കുന്നത് 5878 മെട്രിക് ടണ്ണാണ്. കുരുമുളക്, റബ്ബർ, കാപ്പി, ഏലം. അപ്പോൾ നമുക്കത് ബാധിക്കും. അപ്പോൾ പൊള്ളിച്ച പകരച്ചുങ്കം എങ്ങനെയാണ് കയറ്റുമതി എന്നുള്ളത്, റബ്ബർ എത്രയാണ്, കുരുമുളക് എത്രയാണ്, കാപ്പി എത്രയാണ്, ഏലം എത്രയാണ് എന്നതൊക്കെയുള്ളതാണ് പ്രധാന വാർത്തയായി പൊള്ളിച്ച് പകരച്ചുങ്കം എന്ന തലക്കെട്ടിൽ കൊടുത്തിരിക്കുന്നത്. കൊമ്പന്റെ ഒരു പോസ്, അതാണ് ഇന്നത്തെ ഒരു ചിത്രമായി മാതൃഭൂമി കൊടുത്തിരിക്കുന്നത്. എന്റെ കണ്ണും ആനയോട് ഇഷ്ടമുള്ളത് കൊണ്ട് അതിൽ തന്നെയാണ് കേട്ടോ ഉടക്കിയത്. ലോക ഗജദിന ആഘോഷത്തിന്റെ ഭാഗമായി ആന വരയുടെ ചിത്രമാണ്. കുട്ടികളുടെ നേർക്ക് തുമ്പിക്കൈ ഉയർത്തുന്ന കൊമ്പന്റെ പേര് ബലറാം എന്നാണ്. ജെ ഫിലിപ്പ് പകർത്തിയ ആ ചിത്രം എന്തായാലും നല്ല രസമുണ്ട്. ആന തുമ്പിക്കൈ ഉയർത്തുന്നു, ഇപ്പുറത്ത് മൊബൈൽ ഉയർത്തി അതൊക്കെ പകർത്തുന്നതും കാണാം. വോട്ട് പോരിൽ വിട്ടുവീഴ്ചയില്ല എന്ന തലക്കെട്ടിലാണ്. ഒരു കാർട്ടൂൺ സഹിതമാണ്, ഗോപികൃഷ്ണന്റെ കാർട്ടൂൺ. സർ ഒപ്പിട്ടിട്ടില്ല, സത്യവാങ്മൂലമില്ല എന്ന് പറയുന്ന ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. മാതൃഭൂമിയുടെ പ്രധാന വാർത്തയായി അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വോട്ട് പോരിൽ വിട്ടുവീഴ്ചയില്ല എന്നാണ്. അതോടൊപ്പം ഡോക്ടർ ഹാരിസിന്റെ വാർത്തയുമുണ്ട്. എന്നാൽ മനോരമ കൊടുത്ത അത്ര പ്രാധാന്യം ആ വാർത്തയ്ക്ക് ഫ്രണ്ട് പേജിലില്ല. ഡോക്ടർ ഹാരിസിനെ വിടാതെ അധികൃതർ, വസ്തുത തെളിയിച്ച ഹാരിസ്, സംശയനിഴലിലാക്കി പ്രിൻസിപ്പലിന്റെയും സൂപ്രണ്ടിന്റെയും വാർത്താ സമ്മേളനം, അതാണ് ഫ്രണ്ട് പേജ് വാർത്ത. നമുക്ക് ദേശാഭിമാനിയിലേക്ക് വരാം. ഹാരിസിന്റെ വാർത്ത എങ്ങനെയാണ് ദേശാഭിമാനി കൈകാര്യം ചെയ്തിരിക്കുന്നത്, ഫ്രണ്ട് പേജിലുണ്ടോ? അതാണ് അറിയേണ്ടത്. ഇവിടെയും പരസ്യമുണ്ട്. അപ്പോൾ വളർച്ചയിടിയും ട്രംപിന്റെ പ്രതികാര ചുങ്കം, അതാണ് ദേശാഭിമാനിയുടെ തലക്കെട്ട്. 50% അധിക തീരുവ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുമെന്നുള്ള അന്താരാഷ്ട്ര ഏജൻസികളുടെ മുന്നറിയിപ്പാണ് ലീഡാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമിത ചുങ്കം കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ചർച്ച ചെയ്യാൻ ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസ് 16-ാം തീയതി നടക്കുന്നുണ്ട്. അതോടൊപ്പം ഉൾപേജിലും വാർത്ത പ്രാധാന്യത്തോടു കൂടി തന്നെ ദേശാഭിമാനി നൽകിയിരിക്കുകയാണ്. രണ്ടാമത്തെ പ്രധാന വാർത്ത കൈമലർത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്രവും എന്നതാണ്. കാപ്പി കിട്ടിയില്ല, അതാണ് ചുമ വന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് മോഷണം നടന്നെന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഗുരുതര ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടിയോ വിശദീകരണമോ ഇല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും എന്നതാണ് ലീഡ് വാർത്തയായി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം കോൺഗ്രസ് പുനഃസംഘടന സംബന്ധിച്ചുള്ള വാർത്തയും ഫ്രണ്ട് പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഭിന്നത രൂക്ഷം, ഡൽഹി ചർച്ച പൊളിഞ്ഞു എന്നതാണ് തലക്കെട്ട്. KPCC ഭാരവാഹികളെയും DCC പ്രസിഡന്റുമാരെയും നിശ്ചയിക്കാൻ ഡൽഹിയിൽ 3 ദിവസമായി നടത്തിയ ചർച്ച പൊളിഞ്ഞു. അതോടൊപ്പം ഒഡീഷയിൽ ആക്രമണത്തിലായ വൈദികന്റെ വാർത്തയും കൊടുത്തിട്ടുണ്ട്. പരാതി നൽകാൻ ഭയം, ഇത് കേരളമല്ലല്ലോ എന്നതാണ് തലക്കെട്ടായി കൊടുത്തിരിക്കുന്നത്. ഡോക്ടർ ഹാരിസിന്റെ വാർത്ത എന്തായാലും ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ ഇല്ല. ഇനി നമ്മൾ പോകുന്നത് മാധ്യമത്തിലേക്കാണ്. മാധ്യമത്തിൽ ഡിജിറ്റൽ ഡാറ്റ പുറത്തുവിടൂ, വിടാതെ രാഹുൽ. ഏറ്റവും പ്രാധാന്യത്തോടെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന്റെ വാർത്ത കൊടുത്തിരിക്കുന്നത് മാധ്യമം തന്നെയാണ്. തെളിവെവിടെയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുന്നു. സ്വയം സാക്ഷ്യപ്പെടുത്തൂ അല്ലെങ്കിൽ മാപ്പ് പറയുമെന്ന് രാഹുലിനോട് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു. ദേശവ്യാപക ക്യാമ്പയിനുമായി കോൺഗ്രസിനുകളിലേക്ക് ഈ ഹാരിസിനെ കുടുക്കാനുള്ള പെട്ടിക്കഥ ഉൾപേജിലാണ്. 5-ാമത്തെ പേജിലാണ് പ്രാധാന്യത്തോടുകൂടി മാധ്യമം നൽകിയിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിനിടെയുള്ള ഉന്നതന്റെ ഫോൺ വിളി, ഗൂഢാലോചനയെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ഡെലിവറി ചെല്ലാൻ പർച്ചേസ് ബില്ലാക്കിയത്, ഓഫീസിൽ ഒരു രഹസ്യവും ഹാരിസ് പറഞ്ഞത്, വിശദീകരണവുമായി സ്ഥാപന ഉടമ രംഗത്ത് വന്നത്, ഇതെല്ലാം ചേർത്ത് ഉൾപേജിൽ പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. ഇനി ദ ഹിന്ദുവിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും ഫ്രണ്ട് പേജ് പരസ്യമാണ്. അപ്പോൾ അത് മറിച്ച് അകത്തേക്ക് പോകാനായിട്ട് പ്രേക്ഷകർ മറക്കണ്ട. മോദി ആൻഡ് പുടിൻ ഡിസ്കസ് ഉക്രൈൻ എമിഡ് ടാരിഫ് റോ എന്നതാണ് ഇവരുടെ രണ്ടുപേരുടെയും കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ. അതെല്ലാം നമ്മൾ പ്രാധാന്യത്തോടു കൂടി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഒപ്പം KTUVC ഗവർണറുടെ ഇടപെടൽ തേടി എന്നുള്ള വാർത്തയുമുണ്ട് ഫ്രണ്ട് പേജിൽ. അതോടൊപ്പം തന്നെ ചിത്രം കൊടുത്തിരിക്കുന്നത് കോലി കമ്മ്യൂണിറ്റിയുടെ ഒരു ഒരുക്കം സംബന്ധിച്ചുള്ള ഒരു ഓഷ്യൻ ഡിവോഷൻ എന്ന തലക്കെട്ടിലുള്ള ചിത്രമാണ്.
അതോടൊപ്പം ദേശീയപാതയുടെ ഇടിവ്, അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരിക്കുന്ന വിള്ളൽ സംബന്ധിച്ചുള്ള വാർത്തയും ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ആരോപണം, അതിലെ മറുപടി തുടങ്ങിയ കാര്യങ്ങളും പ്രാധാന്യത്തോടു കൂടി തന്നെ ദ ഹിന്ദുവും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പത്രങ്ങളിലെ വാർത്തകൾ.